Hi all, welcome back to another session of hydraulics. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ പറഞ്ഞിരുന്നു പൈപ്പ് ഫ്ലോയോ ഓപ്പൺ ചാനൽ ഫ്ലോയോ ആണ്. അതിൽ പൈപ്പ് ഫ്ലോയിലെ ലോസസ് ഇൻ പൈപ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ലോസസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മേജർ ലോസ് ആയ ഫ്രിക്ഷൻ ലോസിനെ കുറിച്ചായിരുന്നു. നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു, ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷനും അതുപോലെ ചെസീസ് ഇക്വേഷനും. ഇന്നത്തെ ക്ലാസ് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് വെച്ചുള്ള പ്രോബ്ലം സോൾവിങ്. So module 4 session 2 is friction loss in pipe flow, numerical problems solving. ഇപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ഒന്നുകൂടെ റീകോൾ ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് തുടങ്ങിയത് ഫ്രിക്ഷൻ ലോസ് അല്ലെങ്കിൽ ലോസസ് ഇൻ പൈപ്പ് പറഞ്ഞുകൊണ്ടായിരുന്നു. അതിന് നമ്മൾ നമ്മുടെ ബെർണൗളിസ് ഇക്വേഷന് ചെറിയൊരു മോഡിഫിക്കേഷൻ പറഞ്ഞിരുന്നു അല്ലേ? ആ മോഡിഫിക്കേഷൻ ഇങ്ങനെയായിരുന്നു. റിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ സെക്ഷൻ 1 നിന്ന് സെക്ഷൻ 2 വാട്ടർ ഒഴുകുന്ന സമയത്ത് there will be losses taking place. അത് മേജർ ലോസ് ആവാം, മൈനർ ലോസ് ആവാം, അങ്ങനെ ലോസസ് ഉണ്ടാവും. ആ ലോസസും കൂടെ നമ്മുടെ എനർജി ഇക്വേഷനിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ യുവർ ബെർണൗളിസ് ഇക്വേഷൻ വിൽ ചേഞ്ച് ടു P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2 plus losses. ഓക്കെ, സോ ഈ ലോസസ് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യേണ്ടത് ലോവർ എനർജി ഉള്ള പോർഷനിലായിരിക്കും അല്ലെ? ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം ഹയർ എനർജി ടു ലോവർ എനർജി, അല്ലെങ്കിൽ ഹയർ ഹെഡ് ടു ലോവർ ഹെഡ്. അപ്പോൾ ലോവർ ഹെഡ് എവിടെയാണോ അവിടെയാണ് നമ്മൾ ലോസസ് ഈ ഇക്വേഷനിൽ ആഡ് ചെയ്യുക. ഇവിടെ സെക്ഷൻ 1 നിന്ന് സെക്ഷൻ 2 വാട്ടർ ഒഴുകുന്നത്. സോ സെക്ഷൻ 2 കൂടെ നമ്മൾ ലോസസ് എഴുതുന്നു. ഇനി സെക്ഷൻ 2 നിന്ന് സെക്ഷൻ 1 വാട്ടർ ഒഴുകുന്നെങ്കിൽ നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പൊ P1 by rho g എന്നുള്ള പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലോസസ് ആഡ് ചെയ്യേണ്ടത്. സോ ഇതിന്റെ എല്ലാ ടേംസും നിങ്ങൾക്ക് അറിയാം. ഇത് പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്, ഡാറ്റം ഹെഡ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. സോ ഇത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലം വന്നാൽ സോൾവ് ചെയ്യാൻ പറ്റണം. അടുത്തത് നമ്മൾ ഫ്രിക്ഷൻ ലോസിലോട്ട് പോകുന്നു. ഫ്രിക്ഷൻ ലോസ് കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. അതിൽ ഒന്നാമത്തത് ഡാർസി വെയ്സ്ബാക്ക് ഫോർമുല. സോ ഡാർസീസ് വെയ്സ്ബാക്ക് ഫോർമുല അനുസരിച്ച് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF is equal to 4FLV square by 2GD. ഓക്കെ, അതിൽ എഫ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് പൈപ്പ് നമുക്ക് പറയാം, വി ഇസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ, ജി ഇസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പ്. ഈ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തരാം, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു ദിസ് മച്ച് എന്ന് പറഞ്ഞു. ഇനി ചില സമയത്ത് ക്വസ്റ്റ്യനിൽ തരാതിരിക്കാം, പകരം നിങ്ങൾക്ക് വിസ്കോസിറ്റി ആയിരിക്കും തരുന്നത്. സോ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് തന്നില്ല, വിസ്കോസിറ്റി ആണ് തരുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച റെയ്നോൾഡ്സ് നമ്പറിന്റെ സഹായം നമുക്ക് വേണം. സോ റെയ്നോൾഡ്സ് നമ്പർ വെച്ചാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുക. റെയ്നോൾഡ്സ് നമ്പർ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ചിലപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി തരാം, ചിലപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി തരാം. ഡൈനാമിക് വിസ്കോസിറ്റി തന്നാൽ നമ്മുടെ റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റോ വി ഡി ബൈ മ്യൂ ആണ്, വേർ മ്യൂ ഇസ് ദ ഡൈനാമിക് വിസ്കോസിറ്റി. സോ ഡൈനാമിക് വിസ്കോസിറ്റി നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കും, റോ വി ഡി ബൈ മ്യൂ. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് തരുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്, വി ഡി ബൈ ന്യൂ. സോ ഈ രണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, റെയ്നോൾഡ്സ് നമ്പർ കിട്ടും. ഈ റെയ്നോൾഡ്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് റെയ്നോൾഡ്സ് നമ്പർ വാല്യൂ ഈസ് ലെസ് ദാൻ 2000, സോ കിട്ടുന്ന വാല്യൂ കമ്പയർ ചെയ്ത് നോക്കുക. 2000 താഴെയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ ഫസ്റ്റ് ഇക്വേഷൻ, എഫ് ഈസ് ഈക്വൽ ടു 16 by RE അല്ലെ? ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടും. ഇനി റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 4000 to 10⁻⁶ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ സെക്കൻഡ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഫോർ ലാമിനാർ ഫ്ലോ യുവർ എഫ് വാല്യൂ വിൽ ബി 0.079 ഡിവൈഡഡ് ബൈ RE⁴. സോ ആദ്യം റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് ആ നമ്പറിന്റെ വാല്യൂ വെച്ചിട്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കുക, അത് നമ്മുടെ ഹെഡ് ലോസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You will get the value for head loss due to friction. Okay, ഇതാണ് നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, അത് നമ്മുടെ ചെസീസ് ഇക്വേഷൻ ആണ് അല്ലെ? ചെസീസ് ഇക്വേഷൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് ചെസീസ് ഇക്വേഷൻ വഴി കണ്ടുപിടിക്കുക. V is equal to C√mi, where C is the ചെസീസ് കോൺസ്റ്റന്റ്, M is the ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയും. അതിനൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, A/P ആണ്. What is A? Area of the pipe. P is the wetted perimeter. Okay, so A/P നമുക്ക് സാധാരണ പൈപ്സ് ഒക്കെ സർക്കുലർ ആണ്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്തൊരു ചെറിയ ഇക്വേഷൻ ഇട്ടാം, M is equal to D/4. കാരണം എന്താ, A is equal to π/4 D²,
പി എന്ന് പറഞ്ഞാൽ പൈ ഡി ആണ്. രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എം ഈസ് ഈക്വൽ ടു ഡി ബൈ 4 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം ഈസ് ഈക്വൽ ടു ഡി ബൈ 4 എന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി വാട്ട് ഈസ് ഐ? ഐ ഈസ് ദ ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത്. സോ എച്ച് എഫ് ബൈ എൽ, അതാണ് ഐ. എച്ച് എഫ് ഫ്രിക്ഷൻ ഫാക്ടർ, സോറി ഫ്രിക്ഷൻ ഹെഡ് ലോസ് ആണെന്ന് നിങ്ങൾക്കറിയാം. എൽ ഈസ് ദ ലെങ്ത് ഓഫ് ഫ്ലോ ആൻഡ് ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് പൈപ്പ്. അപ്പൊ ഇവിടെ നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെലോസിറ്റി ഓഫ് ഫ്ലോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവാം. സി നിങ്ങൾക്ക് അറിയായിരിക്കും. എം നിങ്ങൾ ഡി ബൈ 4 വെച്ച് കണ്ടുപിടിക്കുന്നു. നമുക്കറിയാത്തത് ഐ മാത്രമേ ഉള്ളൂ. സോ വെലോസിറ്റി ഓഫ് ഫ്ലോയിന്റെ ചെസീസ് ഫോർമുല ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഐ കണ്ടുപിടിക്കാൻ പറ്റും. സോ യു ഗോട്ട് ദ വാല്യൂ ഫോർ ഐ. ഐ എന്ന് പറഞ്ഞാൽ എച്ച് എഫ് ബൈ എൽ ആണ്. അതിൽ എൽ ലെങ്ത് ഓഫ് പൈപ്പ് തന്നിട്ടുണ്ടാവും. ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. സോ ഡയറക്റ്റ് ഇക്വേഷൻ അല്ല, ഒരു 2 സ്റ്റെപ്പ് അഡീഷണൽ ആയിട്ട് വരുമെന്നേ ഉള്ളൂ. ഇൻഡയറക്ട്ലി വി വിൽ ബി ഫൈൻഡിങ് ഔട്ട് എച്ച് എഫ് യൂസിങ് ചെസീസ് ഫോർമുല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഫോർമുലാസ് ഡിറൈവ് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ പോകണം. സോ ലെറ്റ് us go to the first problem. ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ബെർണൗളിസ് ഇക്വേഷൻ ഫോർ റിയൽ ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, സോ യു ഹാവ് എ കോണിക്കൽ പൈപ്പ് which is of length 2 meter and fixed vertically with its smaller end upwards. The velocity of flow at the smaller end is 5 meter per second, while the velocity of flow at the lower end is 2 meter per second. Smaller end 5 meter per second, lower end 2 meter per second. The pressure head at smaller end is 2.5 meter of water. The loss of head in pipe is given by an equation 0.35 into V1 minus V2 all square by 2G. Determine the pressure head at lower end if flow takes place from top to bottom. Okay, so this is your question. Let us see. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൈപ്പ് എങ്ങനെ ഇരിക്കണമെന്ന് മനസ്സിലാവണേ. പറഞ്ഞിരിക്കുന്ന ഒരു കോണിക്കൽ പൈപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. കോണിക്കൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡയമീറ്ററും ബോട്ടം ഡയമീറ്ററും വ്യത്യാസമുണ്ടോ? സെയിം യൂണിഫോം പൈപ്പ് ആയിരിക്കും നമ്മൾ ഡെറിവേഷനിൽ ഉപയോഗിച്ചതുപോലെ. അപ്പൊ അതിന്റെ പ്രത്യേകത ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇനി അത് എങ്ങനെ വെക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ പൈപ്പ് വെർട്ടിക്കലാണ്. വെർട്ടിക്കലാണെന്ന് പറഞ്ഞാൽ കുത്തനെ നിൽക്കണം. വിത്ത് ഇറ്റ് സ്മോളർ എൻഡ് അപ്വേർഡ്സ്. അപ്പോൾ സ്മോളർ എൻഡ് അപ്വേർഡ്സ് ആയിട്ട് വെർട്ടിക്കൽ ആയിട്ടാണ് ആ പൈപ്പ് ഉള്ളത്. ഓക്കെ, ഇനി ഓരോ സ്മോളർ എൻഡിന്റെയും ലോവർ എൻഡ് എന്നൊക്കെ പറഞ്ഞ് കുറെ വാല്യൂസ് തന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ സെക്ഷൻസ് വെച്ചാണ് അത് പറയാറല്ലേ. സോ യു ഹാവ് ടു അസ്യൂം 2 സെക്ഷൻസ്. ഞാൻ എൻ്റെ കൺവീനിയൻസിന് വേണ്ടി ഇതിന്റെ ടോപ്പ് എൻഡ്, അതായത് സ്മോളർ എൻഡ് സെക്ഷൻ 1.1 എന്ന് വിളിക്കുന്നു, ആൻഡ് ദ ബോട്ടം എൻഡ് സെക്ഷൻ 2.2. അപ്പൊ 1.1 ഉം 2.2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ലെങ്ത് ഓഫ് പൈപ്പ് ആണ്, ദാറ്റ് ഈസ് 2 മീറ്റർ. സോ യു ഹാവ് ദ ലെങ്ത് ഓഫ് പൈപ്പ് 2 മീറ്റർ ആൻഡ് സെക്ഷൻ 1.1 ആൻഡ് സെക്ഷൻ 2.2. ഇനി നമ്മളൊരു ഡാറ്റം അസ്യൂം ചെയ്യണം. നമുക്കൊരു റെഫറൻസ് പോയിന്റിൽ നിന്നാണ് ഇതിന്റെ ഹെഡ് പറയാം അല്ലെ, പ്രത്യേകിച്ച് ഡാറ്റം ഹെഡ്. സോ യു ഹാവ് ടു അസ്യൂം എ ഡാറ്റം ഓർ റെഫറൻസ്. ഐ എം ടേക്കിംഗ് ദ റെഫറൻസ് അറ്റ് സെക്ഷൻ 2.2. അതായത് നമ്മുടെ ഈ പൈപ്പിന്റെ ബോട്ടം പോർഷൻ ആണ് ഞാൻ ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നൗ യു ആർ ഗിവൺ വിത്ത് ദ സ്മോളർ എൻഡ് വെലോസിറ്റി. സ്മോളർ എൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് സെക്ഷൻ 1.1 വിച്ച് ഈസ് ഈക്വൽ ടു V1 5 meter per second. അടുത്തത് വെലോസിറ്റി അറ്റ് ലോവർ എൻഡ്. ഇവിടുത്തെ ലോവർ എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്ഷൻ 2.2 ആണ് അല്ലെ. അത് വെലോസിറ്റി അറ്റ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 2 meter per second. സോ V1 തന്നു, V2 തന്നു. ഇനി വേണ്ടത് Z1 ഉം Z2 ആണ്. Z1 ഉം Z2 ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഇപ്പൊ വരച്ചിരിക്കുന്ന ഇമേജിൽ നിന്ന് കണ്ടുപിടിക്കാം അല്ലെ. Z1 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 1.1 ഹൈറ്റ് ഫ്രം ഡാറ്റം, അത് എത്രയാ? 2 meter. Z2 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2.2 ഹൈറ്റ് ഡാറ്റത്തിന് എന്തെങ്കിലും ഹൈറ്റ് ഉണ്ടോ? ഇല്ല, കാരണം നമ്മൾ ഡാറ്റ അസ്യൂം ചെയ്ത് എവിടെയാ? സെക്ഷൻ 2.2 സോ യുവർ Z2 വാല്യൂ ഈസ് 0. ഓക്കെ ആണല്ലോ. അടുത്തത് എന്താ തന്നിരിക്കുന്നത്? പ്രഷർ ഹെഡ് അറ്റ് ദ സ്മോളർ എൻഡ് ഈസ് 2.5 meter ഓഫ് വാട്ടർ. അതായത് ടോപ്പ് പോർഷനിലെ പ്രഷർ ഹെഡ്. പ്രഷർ ഹെഡ് നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? P/ρg. ഇപ്പൊ സെക്ഷൻ 1 ആവുമ്പോൾ P1/ρg വിച്ച് ഈസ് ഈക്വൽ ടു 2.5 meter. നിങ്ങൾ കണ്ടുപിടിക്കുന്നത് പ്രഷർ ഹെഡ് അറ്റ് ലോവർ എൻഡ്, അതായത് P2/ρg നമ്മൾ ക്വസ്റ്റ്യനിലൂടെ കണ്ടുപിടിക്കണം. അപ്പൊ ഇതൊരു റിയൽ ഫ്ലോ ആണ് അല്ലെ. റിയൽ ഫ്ലോ ആകുമ്പോൾ ലോസസ് ഉണ്ടാവും. ആ ലോസസ് നമ്മൾ നമ്മുടെ ബെർണൗളിസ് തിയറത്തിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ അൺനോൺ ആയിട്ടുള്ളത് P2/ρg മാത്രമായിരിക്കും. ആ P2/ρg കണ്ടുപിടിച്ചാൽ പ്രോബ്ലം തീർന്നു. അപ്പൊ നമുക്ക് ലോസസ് വേണം.
ഇവിടെ ലോസസിന് നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ മൈനർ ലോസ് ആണോ മേജർ ലോസ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ലോസ് കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ് ഒന്നും എടുക്കണ്ട. ഈ ഒരു ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ലോസസ്. സോ വാട്ട് ഈസ് ദ ലോസ് ഓഫ് ഹെഡ് ഇൻ പൈപ്പ്? ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ 0.35 into V1 minus V2 the whole square divided by 2g. ഇപ്പോൾ V1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് സെക്ഷൻ 1 ആണ്, V2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് സെക്ഷൻ 2 ആണ്. So you can substitute here 0.35 into 5 minus 2 the whole square divided by 2 into 9.81. സോൾവ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹെഡ് ലോസ് കിട്ടും. ഹെഡ് ലോസ് മീറ്റർ യൂണിറ്റിലായിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.16 മീറ്റർ. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. ലോസ് കിട്ടി, വെലോസിറ്റി ഹെഡ് കിട്ടി, ഡാറ്റം ഹെഡ് കിട്ടി, പ്രഷർ ഹെഡ് കിട്ടി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് നൗ Bernoulli's equation for real fluids, P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2 plus losses. ഇവിടെ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ സെക്ഷന്റെ കൂടെ ലോസ് എഴുതിയത്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിലും പറഞ്ഞു, ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം 1 to 2 ആണെങ്കിൽ, ഇഫ് ദ ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം 1 to 2 ആണെങ്കിൽ നമ്മൾ 2ന്റെ കൂടെയാണ് ലോസസ് ചെയ്തത്. കാരണം ഫ്ലോ ഓൾവേസ് ടേക്സ് പ്ലേസ് ഫ്രം ഹയർ ഹെഡ് ടു ലോവർ ഹെഡ്. ഹയർ എനർജി തൊട്ട് ലോവർ എനർജി വരെ, അല്ലെങ്കിൽ ഹയർ ഹെഡ് മുതൽ ലോവർ ഹെഡ് വഴിയാണ് എപ്പോഴും ഫ്ലോ നടക്കുക. ഒന്നെങ്കിൽ നമ്മൾ ടോട്ടൽ ഹെഡ് രണ്ട് സ്ഥലത്തും കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് ഫ്ലോ ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് ഇക്വേഷൻ എഴുതണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇവിടെ, അല്ലെ? ഇവിടെ ഫ്ലോ ടേക്സ് പ്ലേസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ തൊട്ട് താഴെ വരെയാണ് ഫ്ലോ നടക്കുന്നത്. അതായത് നമ്മുടെ സെക്ഷൻ 1 തൊട്ട് സെക്ഷൻ 2 വരെയാണ് ഫ്ലോ നടക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും സെക്ഷൻ 1ലെ എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, സെക്ഷൻ 2ൽ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ ലോസസ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതല്ല, നിങ്ങൾക്ക് ഫ്ലോ ഡയറക്ഷൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഹെഡ് ലോസ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സെക്ഷൻ 1ൽ ലോസ് ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത് പ്രോബ്ലം ചെയ്തു. ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എനിക്ക് ആൻസർ ചിലപ്പോൾ നെഗറ്റീവ് വരും. നെഗറ്റീവ് വന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റാണ്, ഫ്ലോ ഡയറക്ഷൻ തെറ്റാന്നാണ്. അപ്പോൾ ഫ്ലോ ഡയറക്ഷൻ തരാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലോ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഇക്വേഷൻ അസ്യൂം ചെയ്യാം. സോ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ നിങ്ങൾക്ക് ലോസസ് എന്ന് എഴുതാം. എന്നിട്ട് ആ ലോസ് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണോ നോക്കുക. നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പം ടോപ്പ് ടു ബോട്ടം അസ്യൂം ചെയ്തിട്ട് നെഗറ്റീവ് വാല്യൂ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ബോട്ടം ടു ടോപ്പ് ആയിരിക്കും ഫ്ലോ നടക്കുന്നതെന്നാണ്. അത് യൂഷ്വലി നടക്കില്ലല്ലോ, നമുക്കറിയാം ഹെഡ് കുറവായിരിക്കും അവിടെ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. Now the reason for we are adding losses here is flow direction is 1 from 2 2. Flow direction is from 1 to 2 2. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതി. ഇനി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1 by rho g എത്രയാണ്? 2.5. V1 square by 2g എന്ന് പറഞ്ഞാൽ 5 square by 2 into 9.81 plus Z1 എന്ന് പറഞ്ഞാൽ 2. അപ്പുറത്തെ സൈഡിൽ പോയ P2 by rho g, അത് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. V2 square by 2g, V2 എന്ന് പറഞ്ഞാൽ 2 square divided by 2 into 9.81 plus Z2 എന്ന് പറഞ്ഞാൽ 0 and your losses is 0.16. So എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You will get pressure head at lower L, P2 by rho g is equal to 5.41 meter of water. Okay, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സെഷൻ. അതായത് നമ്മുടെ ഫ്രിക്ഷൻ ലോസ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലത്തിലോട്ട് നമ്മൾ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച രണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഡാറ്റയൊക്കെ തന്നിട്ടുണ്ട്, നോക്കാം. ഫൈൻഡ് ദ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ എ പൈപ്പ് ഓഫ് ഡയമീറ്റർ 300 mm ആൻഡ് ലെങ്ത് 50 meter through which water is flowing at a velocity of 3 meter per second using Darcy's formula, using Chessie's formula. Take C is equal to 60 and kinematic viscosity is 0.01 Stokes. Okay. സോ ഡാറ്റയൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യണം. സോ ഫസ്റ്റ് ലെറ്റ് us start with Darcy Weisbach equation. Head loss from Darcy Weisbach formula. സോ Darcy's Weisbach formula നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? 4FL V² by 2GD. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ, അത് ഞാനല്ലേ പറയാം. സോ 4FL V² by 2GD ആണ്. ഇതിന് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ലെങ്ത് ഓഫ് പൈപ്പ് തന്നിട്ടുണ്ട് 50 meter,
ഡയമീറ്റർ ഓഫ് പൈപ്പ് തന്നിട്ടുണ്ട് 300 mm, അതായത് 0.3 മീറ്റർ. അപ്പോൾ നമുക്ക് എല്ലും ഡിയും ആയി. ഇനി നമുക്ക് എന്താ വേണ്ടേ? വെലോസിറ്റി വേണം. വെലോസിറ്റി തന്നിട്ടുണ്ടോ? ഉണ്ട്. അതാ flowing at a velocity of 3 meter per second. So velocity of flow is 3 meter per second. Now here the issue is നമുക്ക് എഫ് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. നോക്കിക്കേ, എഫ് എന്ന് പറഞ്ഞൊരു വാല്യൂ ക്വസ്റ്റ്യനിലുണ്ടോ? ഇല്ല. പകരം നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ്ങിലും പറഞ്ഞിരുന്നു, ആ ഇക്വേഷൻ നോക്കിയാൽ ഇവിടെ കണ്ടോ, എഫ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കണം. റെയ്നോൾഡ്സ് നമ്പർ വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യണം. എന്നിട്ട് ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എടുക്കണം. ഇപ്പൊ റെയ്നോൾഡ്സ് നമ്പറിന് 2 ഇക്വേഷൻ ഉണ്ട്. റോ വി ഡി ബൈ മ്യൂ ഉണ്ട്, വി ഡി ബൈ ന്യൂ ഉണ്ട്. മ്യൂ എന്ന് വെച്ചാൽ ഡൈനാമിക് വിസ്കോസിറ്റി ആണ്, ന്യൂ എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. സോ യു ഹാവ് ടു ഗോ ഫോർ ദ സെക്കൻഡ് ഇക്വേഷൻ. വി ഡി ബൈ ന്യൂ എന്നുള്ള സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക, റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുക. ആ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണോ ഗ്രേറ്റർ ദാൻ 4000 ആണോ നോക്കുക. ലെസ് ദാൻ 2000 ആണെങ്കിൽ ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻ സ്റ്റോക്സ് നമുക്ക് തന്നിട്ടുണ്ട് 0.01. So what will be your Reynolds number equation? Vd by nu. അല്ലേ? So nu എന്ന് പറഞ്ഞാലാണ് ഇവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റി. Now v is the velocity, d is the diameter. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റി സ്റ്റോക്സിലാണ് തന്നിരിക്കുന്നത്. സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു SI യൂണിറ്റ് അല്ല. സോ അതിന് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? SI യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞ സമയത്ത് ഈ കൈനമാറ്റിക് വിസ്കോസിറ്റിയും ഡൈനാമിക് വിസ്കോസിറ്റിയും ഒക്കെ നമ്മൾ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതൊരു പ്രോപ്പർട്ടി ആയിട്ട്. ആ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്ത സമയത്ത് അതിന്റെ യൂണിറ്റ്സും പറഞ്ഞു, അതിന്റെ കൺവേർഷനും പറഞ്ഞിരുന്നു. ഒരു സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി 1 centimeter square per second. ഒരു സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ 1 centimeter square per second ആണ്. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിന് മീറ്റർ സ്ക്വയർ ആക്കുമ്പോഴോ ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സോ 1 സ്റ്റോക്സ് ഈസ് ഐദർ 1 centimeter square per second അല്ലെങ്കിൽ 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇവിടെ നിങ്ങൾക്ക് 0.01 സ്റ്റോക്സ് ആണല്ലേ. സ്റ്റോക്സിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലാ യൂണിറ്റും സെയിം ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ സ്റ്റോക്സിനെ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ 0.01 സ്റ്റോക്സ് ഈസ് ഈക്വൽ ടു 0.01 ഇൻറ്റു 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. വി എന്ന് വെച്ചാൽ വെലോസിറ്റി 3, ഡി എന്ന് വെച്ചാൽ ഡയമീറ്റർ 0.3 ഡിവൈഡഡ് ബൈ കൈനമാറ്റിക് വിസ്കോസിറ്റി 0.01 ഇൻറ്റു 10⁻⁴. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെയ്നോൾഡ്സ് നമ്പർ കിട്ടും 9 ഇൻറ്റു 10⁵. സോ നമ്മൾ പറഞ്ഞു ലെസ് ദാൻ 2000 ആണ് ഇക്വേഷൻ, പിന്നെ ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ഒരു ഇക്വേഷൻ. ഇത് ഗ്രേറ്റർ ദാൻ 4000 ആണ്. ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഫോർ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് F is equal to 0.079 RE⁴. സോ ഗ്രേറ്റർ ദാൻ 4000 ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷനിൽ റെയ്നോൾഡ്സ് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കിട്ടും. ചെയ്തു. 0.079 by 9 into 10⁵ all⁻⁴. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ F is equal to 2.565 into 10⁻⁻3. നമുക്ക് എഫ് കിട്ടി, എൽ കിട്ടി, ഡി കിട്ടി, വി അറിയാം, ജി അറിയാം, എല്ലാം അറിയാം. യു ക്യാൻ ഫൈൻഡ് ദ ഹെഡ് ലോസ് അല്ലെ. എല്ലാം കൂടെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF is equal to 4FL_V² by 2GD. അതിൽ എഫിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.565 into 10⁻⁻6. ലെങ്ത് L 50 മീറ്റർ ആണ്. വെലോസിറ്റി 3 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. G 9.81 meter per second, D is 0.3. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. You will get the value of HF as 0.784 meter. So head loss from Darcy-Weisbach equation is 0.784 meter. Okay. So ഇങ്ങനെയാണ് ജനറലി ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എങ്ങനെയാണ് എഫ് കണ്ടുപിടിക്കാമെന്ന്. അത് റെയ്നോൾഡ്സ് നമ്പർ വെച്ചാണെങ്കിൽ പ്രോപ്പർ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് എഫ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ഈസിലി. ഓക്കെ. അടുത്തത് നമ്മുടെ ചെസീസ് ഫോർമുല. സോ ചെസീസ് ഫോർമുല എന്തായിരുന്നു? ഹെഡ് ലോസിന് വേണ്ടിയല്ല, വെലോസിറ്റി ഓഫ് ഫ്ലോയ്ക്കാണ്. വിച്ച് ഈസ് V is equal to C√mi.
ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? വെലോസിറ്റി ഓഫ് ഫ്ലോ തന്നിട്ടുണ്ട് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് വെലോസിറ്റി ഓഫ് ഫ്ലോ വി എന്നുള്ള വാല്യൂ കിട്ടി. ഇനി ലെങ്ത് ഓഫ് പൈപ്പ് തന്നിട്ടുണ്ട്, അതിന്റെ ആവശ്യം നമുക്ക് വരും അല്ലെ, 50 മീറ്റർ. അടുത്ത ചെസിസ് കോൺസ്റ്റന്റ് സി തന്നിട്ടുണ്ട് 60. പിന്നെ തന്നിരിക്കുന്ന ഡയമീറ്റർ ഓഫ് പൈപ്പ് 0.3 മീറ്റർ. ഓക്കെ, നമുക്ക് എമ്മും വേണം ഐയും വേണം അല്ലെ. സോ ഐ ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്, എം പക്ഷേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതൊരു സർക്കുലർ പൈപ്പാണ്, ഡയമീറ്റർ 0.3. സർക്കുലർ പൈപ്പിന്റെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? d/4 അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ d/4 ആണ് ഇതിന്റെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലെങ്കിൽ എം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, d is 0.3/4. യുവർ ആൻസർ ഫോർ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഈസ് 0.075 മീറ്റർ. ഇതൊരു ഡെപ്ത് ആണ്. സോ യു ഹാവ് ദ യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് ലെങ്ത്. ഇപ്പോൾ 0.075 മീറ്റർ ആണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. You have M, you have V, you have C, you can find I from the velocity of flow equation അല്ലെ. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വെലോസിറ്റി ഓഫ് ഫ്ലോ V is equal to C root mi. അതിൽ V എന്ന് പറഞ്ഞാൽ 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്, C 60 ആണ്, M എന്ന് പറഞ്ഞാൽ 0.75 ആണ്. The only unknown is I, head loss per unit length. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് I കണ്ടുപിടിക്കാമല്ലോ ഇതിനകത്തുനിന്ന്. വാട്ട് ഈസ് ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത്? I is equal to 1/30. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും I is equal to 1/30. പക്ഷെ നമുക്ക് വേണ്ടത് I അല്ല, നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഹെഡ് ലോസ് ആണ്. ഹെഡ് ലോസ് I എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? I എന്ന് വെച്ചാൽ ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അല്ലെ. സോ HF/L ആണ് I. നമുക്ക് വേണ്ടത് HF ആണ്. സോ ഐനോട് L മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഹെഡ് ലോസ് കിട്ടും. സോ യുവർ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF is equal to 1/30 into L, I into L. So substitute ചെയ്യുക, L എത്രയാണ്? 50 മീറ്റർ. So your head loss due to friction value will be 1.667 meter. Okay, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹെഡ് ലോസ് അല്ല ചെസിസ് ഫോർമുലയിൽ കണ്ടുപിടിക്കുക, അതിൽ വെലോസിറ്റി ആണ് പറയുന്നത്. ആ വെലോസിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് I കണ്ടുപിടിക്കാം. ആ I എന്ന് പറഞ്ഞാൽ HF/L ആണ്. സോ ലെങ്ത് അറിയാമെങ്കിൽ HF കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് ചെസിസ് ഫോർമുല നമ്മൾ ഫ്രിക്ഷൻ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. സോ ഒരു ടിപ്പിക്കൽ പ്രോബ്ലം ആണ്, നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് ഇൻഡയറക്റ്റ് പ്രോബ്ലംസ് ചോദിക്കാം. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഹെഡ് ലോസ് കണ്ടുപിടിക്കാതെ ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. Let us read the question. Find the diameter of a pipe of length 2000 meter when the rate of flow of water through the pipe is 200 liters per second and the head loss due to friction is 4 meter. Take C is equal to 50 in ചെസിസ് ഫോർമുല. സോ C തന്ന സ്ഥിതിക്ക് നമുക്ക് ചെസിസ് ഫോർമുല ഉപയോഗിക്കാം. പിന്നെ തന്നിരിക്കുന്ന പൈപ്പിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഫ്ലോ, ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, നമ്മുടെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് തന്ന സാധനമൊക്കെ ഒന്ന് എഴുതി നോക്കാം അതില്ലേ. ലെങ്ത് ഓഫ് പൈപ്പ് L is equal to 2000 meter. Head loss due to friction HF is equal to 4 meter. ചെസിസ് കോൺസ്റ്റന്റ് C is equal to 50. പിന്നെ തന്നിരിക്കുന്നത് എന്താ? ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് 2000 liters per second അല്ല കേട്ടോ, 200 liters per second ആണ്. ഇവിടെ ഇത് ശരിയാണ്. 1 second. ഡിസ്ചാർജ് 200 liters per second ആണ്, അതായത് 0.2 meter cube per second. അപ്പൊ നിങ്ങൾക്ക് ചെസിസ് ഫോർമുല ഓർമ്മയുണ്ടാവും. അതെന്താണ്? V is equal to C root mi ആണ് അല്ലെ. ഡിസ്ചാർജ് അല്ല C root mi, വെലോസിറ്റി ആണ് C root mi. അപ്പൊ നമുക്ക് വേണ്ടത് വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ചാർജിനെ വെലോസിറ്റി ആക്കാൻ പറ്റും. നമുക്ക് ഡിസ്ചാർജിന്റെ ഇക്വേഷൻ അറിയാം, A into V, അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഡിസ്ചാർജ്. നമുക്ക് വേണ്ട സാധനം ഇവിടെ വെലോസിറ്റി ആണ്, ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം എന്താ? ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ആണ്. ഡയമീറ്റർ എവിടെയും തന്നിട്ടില്ല. നമ്മൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ച് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പൈപ്പിന്റെ ഡയമീറ്റർ D ആണ്. നമുക്ക് ചെസിസ് ഫോർമുല V is equal to C root mi ആണ്. അതിന് V വേണം ആദ്യം അല്ലെ. So you can write velocity of flow V is equal to Q/A. Q is equal to AV എന്നൊക്കെ അറിയാം അല്ലെ. So velocity of flow V is equal to Q/A. What is the value of Q? Q എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നത് വെച്ച് 0.2 meter cube per second. ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കുലർ പൈപ്പാണ്, π/4 d² ആണ്. ഇതിന് D നമുക്കറിയില്ല. സോ അതേപോലെ തന്നെ വെക്കാം. സോ വെലോസിറ്റി V is equal to 0.2 divided by π/4 d². ഇതിൽ D കണ്ടുപിടിക്കണം. ഓക്കെ,
സോ നമ്മൾക്ക് ഈ ഇക്വേഷനിൽ ഒറ്റ അൺനോണിന്റെ ടേംസിലോട്ട് എല്ലാം കൂടെ മാറ്റി എഴുതാൻ പോവാം. നൗ ദാറ്റ് ഈസ് 0.8 pi d square. ഈ ഫോറിലെ ബോളിലോട്ട് എടുത്താൽ മതി. സോ വെലോസിറ്റി ഓഫ് ഫ്ലോ v ഈസ് 0.8 pi d square. ഇനി എന്തൊക്കെ വേണം? m വേണം അല്ലേ? വാട്ട് ഈസ് യുവർ m? സോ വെലോസിറ്റിയുടെ നമ്മൾ ചെസീസ് ഫോർമുല ഇക്വേഷൻ എഴുതി 0.8 pi d square എഴുതി. നമ്മുടെ m എന്ന് പറഞ്ഞാൽ d/4 ആണ് അല്ലേ? ഡയമീറ്റർ തന്നിട്ടില്ല, അപ്പോൾ ഡയമീറ്റർ അറിയണം. സോ യു ക്യാൻ റൈറ്റ് d/4 അറ്റ് സെൽഫ്. ഇനി വേണ്ടത് ചെസീസ് ഫോർമുലയിൽ i ആണ്. i എന്ന് പറഞ്ഞാൽ hf/l ആണ് അല്ലേ? hf തന്നിട്ടുണ്ട്, l തന്നിട്ടുണ്ട്. hf ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ 4 മീറ്റർ ആണ്. l എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് പൈപ്പ് ആണ്. സോ 4/2000 യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.002. സോ i കിട്ടി, m നമ്മൾ ഡിന്റെ ടേംസിൽ എഴുതി. അപ്പോൾ നമുക്ക് അറിയാവുന്ന വാല്യൂസ് മുഴുവൻ d എന്ന ഒറ്റ അൺനോണിന്റെ ടേംസിലോട്ട് നമ്മൾ മാറ്റി എഴുതി. ഇപ്പോൾ വെലോസിറ്റിയിലും d മാത്രമേ അൺനോൺ ഉള്ളൂ, എമ്മിലും d മാത്രമേ അൺനോൺ ഉള്ളൂ, ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ v 0.8 pi d square ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു c എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു m d/4 ഇൻറ്റു i 0.002. മനസ്സിലായല്ലോ അല്ലേ? സിക്ക് പകരം 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എമ്മിന് പകരം d/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഐക്ക് പകരം നമ്മൾ കണ്ടുപിടിച്ച് 0.002 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ആകെ അൺനോൺ d ഏ ഉള്ളൂ. സോൾവ് ചെയ്യുക അല്ലേ? ഇപ്പോൾ റൂട്ടൊക്കെ കളയാം. റൂട്ട് കളഞ്ഞു കഴിഞ്ഞാൽ 50 സ്ക്വയർ ഇൻറ്റു d/4 ഇൻറ്റു 0.02, അതായത് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം. 0.8ന്റെ സ്ക്വയർ 0.64, പൈൻ്റെ സ്ക്വയർ പൈ സ്ക്വയർ, d സ്ക്വയറിന്റെ സ്ക്വയർ d⁴. ഇനി d എല്ലാം കൂടെ ഒരു സ്ഥലത്താക്കുക. ഈ ഡിനെ ഇങ്ങോട്ട് എടുക്കുക, ബാക്കിയെല്ലാം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും d⁵. d raised to the power of 5 is equal to 0.0519. ഇതൊക്കെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ്. അപ്പോൾ ഡിനെ എല്ലാം ഒരു സൈഡിൽ എടുത്തു, ബാക്കിയെല്ലാം ഇപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും d⁵ is equal to 0.0519. ഇനി നമുക്ക് വേണ്ടത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എടുക്കാൻ എന്ത് ചെയ്താൽ മതി? d is equal to 0.0519 raised to 1/4. അതിന്റെ 5th റൂട്ട് എടുക്കുക, 0.0519 raised to 1/4. സോ സയന്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ ഡയമീറ്റർ എത്ര കിട്ടും? 0.553 മീറ്റർ. ഓക്കെ, ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ട് ഡയമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് അറിയാവുന്ന ടേംസ് മുഴുവൻ നമ്മൾ ഡയമീറ്ററിന്റെ ടേംസിലോട്ടാക്കി, എന്നിട്ട് അതിൽ നിന്ന് ഡയമീറ്റർ കണ്ടുപിടിച്ചു. ഇക്വേഷൻ സെയിം ആണ്, ജസ്റ്റ് എക്സിക്യൂഷൻ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം എന്താണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് പ്രോബ്ലം ഇതാണ്. കാൽക്കുലേറ്റ് ഡിസ്ചാർജ് ത്രൂ എ പൈപ്പ് ഓഫ് ഡയമീറ്റർ 200 mm when the head loss in pipe of 500 meter length is 4 meter of water. Take f is equal to 0.09. പക്ഷെ ഇവിടെ ഹെഡ് ലോസ് ഒന്നുമല്ല കണ്ടുപിടിക്കാൻ പറയുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിസ്ചാർജ് ആണ്. എങ്ങനെ ഡിസ്ചാർജ് കണ്ടുപിടിക്കും? എഫ് ആണ് തന്നിരിക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഇപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഡാർസി വെയ്സ്ബാക്ക് ഫോർമുലയാണ്. സോ ഡാർസീസ് വെയ്സ്ബാക്ക് ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ലെറ്റ് us see what all things we are given with. ഡയമീറ്റർ ഓഫ് പൈപ്പ് തന്നിട്ടുണ്ട് 200 mm, അതായത് 0.2 മീറ്റർ. പിന്നെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF 4 മീറ്റർ ആണ്. ലെങ്ത് ഓഫ് പൈപ്പ് L 500 മീറ്റർ ആണ്. പിന്നെ തന്നിരിക്കുന്നത് എഫ് ആണ് അല്ലേ? എഫ് ഈസ് ഈക്വൽ ടു 0.09. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണ്? ഡാർസി വെയ്സ്ബാക്ക് ഫോർമുല. HF ഈസ് ഈക്വൽ ടു 4FL_V²/2GD. പക്ഷെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിസ്ചാർജ് ആണ്. ഈ ഇക്വേഷനിൽ ഡിസ്ചാർജ് ഇല്ല. എന്നാലും നമുക്ക് എങ്ങനെ ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഇക്വേഷനിൽ അൺനോൺ ആയിട്ട് എന്താ ഉള്ളത് നോക്കിക്കേ. എഫ് തന്നു, എൽ തന്നു, ജി നമുക്കറിയാൻ, ഡി തന്നിട്ടുണ്ട്. അറിയാത്തത് വെലോസിറ്റി ഓഫ് ഫ്ലോ വി മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷനിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓഫ് ഫ്ലോ കിട്ടും അല്ലെ? വെലോസിറ്റി ഓഫ് ഫ്ലോ കിട്ടിയാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഉണ്ട്. കാരണം എന്താ? ഡിസ്ചാർജ് ഈസ് നത്തിങ് ബട്ട് ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി കണ്ടുപിടിക്കുക, ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ഡിസ്ചാർജ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോബ്ലവും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക, ആ സാധനങ്ങൾ വെച്ച് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എഴുതുക, അവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ അകത്തുള്ള അൺനോൺ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ അൺനോണിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഫാക്ടർ ഏതാണ്. ഇപ്പൊ ഇവിടെ ഡിസ്ചാർജ് ആണ്. ഇപ്പൊ വെലോസിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്തത് എന്നുള്ള ആ കണക്ഷൻ Q ഈസ് ഈക്വൽ ടു AB. സോ അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും.
ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF തന്നിട്ടുണ്ട്, അത് എത്രയാണ് 4 ഇൻറ്റു 4 ഇൻറ്റു F. സോ 4 ഉണ്ട്, F തന്നിട്ടുണ്ട് 0.009, L ലെങ്ത് 500 തന്നിട്ടുണ്ട്, വെലോസിറ്റി നമുക്ക് അറിയില്ല, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു ഡയമീറ്റർ 0.2. ഇവിടുത്തെ വെലോസിറ്റി സ്ക്വയറിന് വേണം, that is the unknown value. So you have V square is equal to 0.872. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും V square is equal to 0.872. ഇതിൻ്റെ അകത്ത് വെലോസിറ്റി ഓഫ് ഫ്ലോ V is equal to root of 0.872, which is equal to 0.93 meter per second. So velocity of flow V is equal to 0.93. നമുക്ക് വെലോസിറ്റി അല്ല വേണ്ട, ഡിസ്ചാർജ് ആണ് വേണ്ടത്, കുഴപ്പമൊന്നുമില്ല, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഡിസ്ചാർജ് അല്ലേ. സോ ഏരിയ ഓഫ് പൈപ്പ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. ഇവിടെ സർക്കുലർ പൈപ്പ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഏരിയ എന്താ π/4 d സ്ക്വയർ അല്ലേ, π/4 ഇൻറ്റു 0.2 സ്ക്വയർ, വെലോസിറ്റി 0.93 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യുവർ ഡിസ്ചാർജ് വിൽ ബി 0.0292 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ അത് ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ വലുതാക്കാൻ വേണ്ടി ലിറ്റേഴ്സിലാക്കുന്നു, 29.2 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. സോ ഈ ഒരു ഇക്വേഷൻസ് വെച്ച് ഏത് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തതേ ഉള്ളൂ. സോ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക, ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക, യു ക്യാൻ സോൾവ് പ്രോബ്ലംസ്. സോ ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ്, ഇന്നത്തെ നിങ്ങളുടെ ആക്ടിവിറ്റി അവേഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാം. 2 പ്രോബ്ലംസ് ഉണ്ട്, ചെസിസ് ഫോർമുലയും അതുപോലെ നമ്മുടെ ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷനും ഉപയോഗിച്ച് ഹെഡ് ലോസ് കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള 2 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, സോൾവ് ചെയ്യുക, അയച്ചു തരാം. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ലോസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, അതിൽ മേജർ ലോസ്, ദാറ്റ് ഈസ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈനർ ലോസസ് ആണ്, പൈപ്പിലെ മൈനർ ലോസസും അതിൻ്റെ ഇക്വേഷൻസും പ്രോബ്ലംസും ആണ്. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ.